നമസ്കാരം, ഞാൻ ഉമ്മക്കുട്ടിയാണ്. 6ാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളത്തിലെ 4ാമത്തെ യൂണിറ്റിലെ കെട്ടുകല്യാണം എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യാം. 6ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും കാണുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്തെല്ലാം ഒരുക്കങ്ങളാണ് താലികെട്ടിനുണ്ടായിരുന്നത്. അതിവിശാലവും വളരെ പണം ചെലവു ചെയ്ത് അതിമനോഹരമായി അലങ്കരിച്ചിട്ടുള്ളതുമായ പന്തലിൽ വാദ്യഘോഷങ്ങളോടും മറ്റ് അനേകം ആഡംബരങ്ങളോടും കൂടി ശുഭമുഹൂർത്തത്തിൽ താലി കെട്ടാൻ വേണ്ട സകല ഒരുക്കങ്ങളും ചെയ്ത് പെൺകുട്ടികളെ യഥാസ്ഥാനം അലങ്കരിച്ചിരുത്തിയിരുന്നു. ദക്ഷിണ തിരുവിതാംകൂറിലെ പ്രമാണികളെല്ലാം ഹാജരുണ്ട്. വാദ്യഘോഷങ്ങളും വിനോദങ്ങളും കൊണ്ട് മാത്രമല്ല, സദ്യയുടെ അതികേമമായ സ്ഥിതി കൊണ്ടും വീടും പറമ്പും അയൽവീടുകളും തിക്കിത്തിരക്കി ഒരു വലിയ പുരുഷാരം അവിടെ കൂടിയിരിക്കുന്നു. സ്വാമി ഗൃഹസ്ഥനോട് ആവശ്യപ്പെട്ടതെന്താണ്? കെട്ടുകല്യാണം ആവശ്യമുള്ളതല്ല. നാം ഇതിനെപ്പറ്റി പലപ്പോഴും ജനങ്ങളെ അറിയിച്ചിട്ടും ഇതേവരെ നിങ്ങൾ ആരും അതിനെ വേണ്ട പോലെ കേൾക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ഗുണത്തിനായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വാക്കിൽ വിശ്വാസമുണ്ടെങ്കിൽ അതുകൂടാതെ കഴിക്കണം. സ്വാമി ആജ്ഞാപിച്ചതെന്തായിരുന്നു? അടുത്തു നിന്നിരുന്ന ഒരാളോട് ഈ കെട്ടുകല്യാണം താൻ മുടക്കിയിരിക്കുന്നു എന്നും സ്വജനങ്ങളിൽ ആരും ഈ അനാവശ്യമായ അടിയന്തരം മേലാൽ നടത്തരുതെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും വെളിവായും ഉറപ്പായും ആ ജനസംഘത്തോട് പറഞ്ഞറിയിക്കാൻ സ്വാമികൾ ആജ്ഞാപിച്ചു. ഗൃഹപ്രവേശം പോലുള്ള ചടങ്ങുകൾക്ക് നല്ല സമയം നോക്കാറുണ്ട്. ആന വിരണ്ടപ്പോൾ പൂരം കാണാനെത്തിയ ആൾക്കൂട്ടം ചിതറിയോടി. കുടുംബത്തിൻ്റെ നന്മ വീട്ടുകാരൻ്റെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കും. ഈ വാക്യങ്ങളിൽ അടിവരയിട്ട പദങ്ങളുടെ അർത്ഥം വരുന്ന വാക്കുകൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തുക. അടിവരയിട്ട വാക്കുകൾ ഏതൊക്കെയാണ്? നല്ല സമയം, ആൾക്കൂട്ടം, വീട്ടുകാരൻ്റെ. നല്ല സമയം, ശുഭമുഹൂർത്തം. ആൾക്കൂട്ടം, പുരുഷാരം. വീട്ടുകാരൻ്റെ, ഗൃഹസ്ഥൻ്റെ. ഗുരുദേവന്റെ പ്രവൃത്തിയിൽ നിങ്ങൾ കണ്ട പ്രത്യേകതകൾ എന്തെല്ലാം? അനാചാരങ്ങളോടുള്ള എതിർപ്പ്. അനാചാരങ്ങളോടുള്ള തൻ്റെ എതിർപ്പ് പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാനുള്ള ധൈര്യം. തൻ്റെ ആദർശങ്ങളും ചിന്തകളും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ബോധ്യപ്പെടുത്താനുമുള്ള കഴിവ്. കുട്ടികളോട് കാണിക്കുന്ന വാത്സല്യം. ആജ്ഞാശക്തി. എവിടെ യുക്തി തൻ നീരൊഴുക്കാചാര പഴമത്തൻ മണൽ കാട്ടിൽ ലയിപ്പീല. ഗീതാഞ്ജലി, ടാഗോർ. ഇന്നലെ ചെയ്തൊരബദ്ധം മൂഢർക്കിന്നത്തെ ആചാരമാവാം. നാളത്തെ ശാസ്ത്രമതാവാം. അതിൽ മൂളായിക സമ്മതം രാജൻ. ചണ്ഡാല ഭിക്ഷുകി, കുമാരനാശാൻ. ഈ വരികളിലെ ആശയം പാഠഭാഗത്തിലെ ആശയവുമായി എങ്ങനെ താരതമ്യം ചെയ്യാം? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ജലാശയങ്ങളിലെ നീരൊഴുക്ക് ഒരിക്കലും മണലിൽ അലിഞ്ഞില്ലാതാകുന്നില്ല. അതുപോലെ യുക്തിസഹമായ ചിന്തകൾ പഴയ ആചാരങ്ങൾക്കിടയിൽപ്പെട്ട് ഇല്ലാതാകുകയില്ല എന്നാണ് ടാഗോർ തൻ്റെ വരികളിലൂടെ വ്യക്തമാക്കുന്നത്. യുക്തിപൂർവമായ ചിന്തകൾ പല ആചാരങ്ങളെയും ചോദ്യം ചെയ്യുകയും അവയുടെ അർത്ഥമില്ലായ്മയെ തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ പറ്റിയ അബദ്ധം അന്ധമായി വിശ്വസിച്ച് അതുതന്നെ ആവർത്തിച്ചാൽ പിന്നീടത് ഒരാചാരമായി മാറിയേക്കാം. ഇത് വിശ്വസിക്കുന്ന ആളുകൾ അത്തരം ആചാരങ്ങളെ ശാസ്ത്രമാണെന്ന് പോലും സ്ഥാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കുമാരനാശാൻ തൻ്റെ വരികളിലൂടെ പറയുന്നത്. ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്ന കെട്ടുകല്യാണം എന്ന അനാചാരവും ഇതുപോലെ
ഉരുത്തിരിഞ്ഞ ആചാരമായിരിക്കാം. വർത്തമാനകാലത്ത് യാതൊരു പ്രസക്തിയില്ലാത്തതും ആവശ്യമില്ലാത്തതുമായ അനാചാരമാണ് കെട്ടുകല്യാണം എന്നാണ് ശ്രീനാരായണ ഗുരു പറയുന്നത്. മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പലതും ഉൾക്കൊള്ളാനുണ്ട്. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തവരാണവർ. ഉദാഹരണത്തിന് അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ചാവറയച്ചൻ, വൈകുണ്ഠസ്വാമികൾ, വക്കം മൗലവി തുടങ്ങി അനേകം മഹാന്മാർ. ഇവർ കേരളത്തിലെ സാമൂഹിക പുരോഗതിക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയവരാണ്. പാഠഭാഗങ്ങളിൽ നിന്നും മറ്റു കൃതികളിൽ നിന്നും ഇങ്ങനെയുള്ള മഹാന്മാരെക്കുറിച്ച് വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഉപന്യാസം തയ്യാറാക്കൂ. സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവരുടെ ഉന്നമനത്തിനു വേണ്ടി പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. ജാതിമത ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിച്ച അദ്ദേഹം അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം, സാമൂഹ്യ നീതി എന്നിവയ്ക്കു വേണ്ടി പോരാടി. മിശ്രഭോജനം, വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവയ്ക്ക് നേതൃത്വം കൊടുത്തു. അവർണ വിഭാഗത്തിന് സ്കൂളുകളിൽ പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് അദ്ദേഹം നയിച്ച സമരമാണ് 1907 എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും സ്കൂൾ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവിന് കാരണമായത്. സവർണ മേധാവിത്വത്തിനെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികൾക്ക് കേരള നവോത്ഥാന ചരിത്രത്തിൽ വലിയ സ്ഥാനമാണുള്ളത്. ജാതി മതഭേദമില്ലാതെ വിദ്യാഭ്യാസം ജനകീയമാക്കുന്നതിനും അയിത്താചരണം പോലുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെയും അദ്ദേഹം പ്രവർത്തിച്ചു. സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടിയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള ക്രൂരതകൾക്കെതിരെയും സാർവികമായ വിദ്യാഭ്യാസത്തിനായും അദ്ദേഹം പ്രയത്നിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള മഹത് വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ. നാടാർ സമുദായത്തിന് നേരിടേണ്ടി വന്ന വിവേചനത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച ആളാണ് അദ്ദേഹം. എല്ലാ മനുഷ്യരും സമന്മാരാണ് എന്ന ചിന്തയിൽ നിന്നാണ് അദ്ദേഹം സമത്വ സമാജം സ്ഥാപിച്ചത്. ഉച്ചനീചത്വത്തിനെതിരെ പന്തിഭോജനം സംഘടിപ്പിച്ചതും സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ളവർക്ക് വസ്ത്രസ്വാതന്ത്ര്യം ആഹ്വാനം ചെയ്തതുമെല്ലാം അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സമുദായ പരിഷ്കർത്താവ്, പണ്ഡിതൻ, സ്വാതന്ത്ര്യ സമരനായകൻ, പത്രാധിപർ എന്നീ നിലകളിൽ അദ്ദേഹം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനം, വിദ്യാഭ്യാസം എന്നിവയ്ക്കായിരുന്നു അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച വ്യക്തിയാണ് ചാവറയച്ചൻ. പള്ളികളോട് ചേർന്ന് വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും അവിടങ്ങളിൽ ജാതി മതഭേദമന്യേ വിദ്യാഭ്യാസം ലഭ്യമാക്കുകയും ചെയ്യുന്നതിനു വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. മലയാളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പത്രമായ നസ്രാണി ദീപിക അച്ചടിച്ചിറക്കിയത് ചാവറയച്ചനാണ്. ക്രിസ്തീയ പുരോഹിതൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാനാണ് ചാവറയച്ചൻ. കെട്ടുകല്യാണം എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങൾ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? ഇതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാനായി ഈ ഉമ എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.